ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഓഫീസ് ലുക്ക് കണ്ടാലും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ലിപ് ഗ്ലോസ് അല്ല ലിപ് ബാം പറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്, മമാഅർത്തിൻ്റെ റൈസ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചെടുക്കുക. ഭയങ്കര പുരട്ടുമ്പോഴത്തേക്ക് നല്ല ഓയിലി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി എമൗണ്ട് ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. മസാജ് ചെയ്യുക ശരിക്കും നല്ലോണം. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മാസിന്റെ കൺസീലർ ഉണ്ട്. അതിന്റെ ഷെയ്ഡ് വന്നിട്ട് 08 ഡസ്കി സ്കിൻ ടോണിന് നല്ലോണം മാച്ച് ആവുന്നത്, നമുക്ക് എന്തെങ്കിലും പാട് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഹൈഡ് ആവാൻ വേണ്ടി പറ്റിയ കൺസീലറാണ്. അത് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് എൻ്റെ ഈ കണ്ണിൻ്റെ ഇവിടെയും പിന്നെ എവിടെയൊക്കെയാണോ ബ്ലാക്ക് മാർക്ക് അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നു. ഇത്രയും എമൗണ്ട്, കാരണം ഇത് സിമ്പിൾ ഓഫീസ് ലുക്കാണ്, ഭയങ്കര പോഷായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് സീക്രട്ട് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു യാത്ലയുടെ ഒരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. കോമ്പാക്ട് പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പൗഡർ തന്നെയാണ് എടുക്കുന്നത്. പൗഡർ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ കൺസീലർ ഇട്ടത്, പിന്നെ എവിടെയാണോ നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വന്നത് അവിടേക്ക് ഞാൻ ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുൾ ഫേസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പൗഡർ കേട്ടോ, കണ്ണിൻ്റെ അവിടെ. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് തരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐബ്രോ ഫില്ല് ചെയ്യണം. ഞാൻ എൻ്റെ മാസിൻ്റെ തന്നെ ഒരു പാലറ്റ് ഉണ്ട് എനിക്ക്, ഞാൻ അത് വെച്ചിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും, അതിനുശേഷം ഷെയ്ഡ് എടുത്തിട്ട് അടിയുന്നു ഞാൻ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് തരാം. ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ഷാഡോ പാലറ്റിൽ നിന്നും നമ്മൾ ഐ ഷാഡോ പരട്ടാൻ പോകുന്നത് എല്ലാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മാസിൻ്റെ തന്നെയാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി മാസിൻ്റെ എല്ലാ പ്രോഡക്ട്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. മാസിൻ്റെ അടുത്ത് ഈ പാലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഐ ഷാഡോ ആയിട്ട്. ഞാൻ പറഞ്ഞില്ല സിമ്പിൾ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡായ ബ്രൗൺ എടുക്കുന്നത്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ പരട്ടാൻ വേണ്ടി പോകുന്നത്. കൈ കൊണ്ട് ജസ്റ്റ് പരട്ടുക ഇങ്ങനെ. മാസാണെങ്കിൽ നല്ല പ്രൊഡക്റ്റുമാണ്, നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു ലൈറ്റിൽ ഒരു ഗ്ലിറ്റർ വൈറ്റ് അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ടാബ് ചെയ്യും. ഇവിടെയും പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ മൊത്തം ഞാനൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല ഞാൻ ഈ കട്ടേക്കുന്നത്, പക്ഷേ കുഴപ്പമില്ല. ഒരു ലൈറ്റ് ഐ ഷാഡോ വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ എടുത്ത് സിൽവറും കൂടി മിക്സ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയായിരിക്കുന്നതായിട്ട് മാസിൻ്റെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഐലൈനർ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഐലൈനർ ഫില്ല് ചെയ്ത് തരാം. ഇനി അടുത്തത് ഫേസസ് കാനഡ ഒരു കാജൽ സ്റ്റിക്ക് ഉണ്ട്, അത് വെച്ചിട്ട് ഞാനൊന്ന് കണ്ണെഴുതാം. ഭയങ്കര ഹെവി ആയിട്ട് എഴുതുന്നില്ല, കുറച്ച് ലൈറ്റായിട്ട് എഴുതുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് മാസിൻ്റെ തന്നെയായിട്ടുള്ള ഒരു മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. ഇത് അടിപൊളി മസ്കാരയാണ്. ഇതിനെപ്പറ്റി ഞാൻ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇത് നമുക്ക് ഡബിൾ ആയിട്ടായിരുന്നു, സ്റ്റെപ്പ് 1 ഉണ്ട് സ്റ്റെപ്പ് 2 ഉണ്ട്. ശരിക്കും ഈ ഐലാഷസ് ഇല്ലാത്തവർക്ക് ഒരു മസ്റ്റ് ബൈ ഐറ്റവും ഈ മാസിൻ്റെ ഈ ഒരു മസ്കാര എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് പറ്റി എനിക്കിപ്പോൾ ഐലാഷസ് കണ്ടല്ലോ, ഇതിങ്ങനെ പിടിച്ച്